ഈ നാട്ടിലെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ സർവ്വസജ്ജരാണ്, ഇവിടെ യാതൊരു പ്രശ്നവും നേരിടുന്നില്ല, കേരളം നമ്പർ 1 ആണ്. ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എന്തായി? ആരോഗ്യമന്ത്രി ആശുപത്രിയിലായി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിവിടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് വിളിച്ചു പറയുകയും കൈ കഴുകുകയും ചെയ്യുന്ന ഈ ആരോഗ്യമന്ത്രിയുടെ വകുപ്പിന്റെ കീഴിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന പ്രമുഖമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും അവസാനത്തേതാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ഒരു സ്ത്രീ മരിക്കുകയും ചെയ്ത പ്രശ്നം. അത് ഇടിഞ്ഞു വീണ് തൊട്ടടുത്ത് തന്നെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞെന്താണ്? ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ്, അതാരും ഉപയോഗിക്കാറില്ല, അതിനകത്ത് ആരും പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായ വിവരങ്ങളൊന്നുമില്ലാതെ വായിൽ തോന്നി വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയാണ് ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത്? അതുപോലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നം. ഒരു ഡോക്ടറെ തുറന്നു പറച്ചിൽ. ഇവിടെ സർജറി നടത്താൻ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്ന് കാശ് എടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ. ഈ തുറന്നു പറച്ചിലോട് കൂടി ഈ ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ഇവരുടെ സൈബർ അറ്റാക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം, അതുപോലെ ആരോഗ്യ മേഖലയിൽ നിന്ന് വെട്ടിക്കുറച്ച ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇവർ പറഞ്ഞ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം ശരിക്കും സിസ്റ്റത്തിന്റെ ആണോ ഇവിടെ പ്രശ്നം? ഇങ്ങനെ ഈ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മിനിസ്റ്റർ ആന്റി, അതായത് സ്വയം പറയുന്നത് അങ്ങനെയാണല്ലോ, ഈ മിനിസ്റ്റർ ആന്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ കോട്ടയത്ത് ആ പ്രശ്നം നടന്നപ്പോൾ ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു, അതിനകത്ത് ആരും പെട്ടിട്ടില്ല. ഏറ്റവും അവസാനം പറഞ്ഞ 2013 സർക്കാരിന്റെ പ്രശ്നം, മുൻകാല സർക്കാരുകളുടെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ അത് ഏതോ ഒരൊറ്റ സർജറിയുടെ പ്രശ്നമാണ്, അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളി. അതുപോലെ ആശാവർക്കർമാരുടെ പ്രശ്നം വന്നപ്പോൾ അതിനുവേണ്ടി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മെഡിസിന്റെയും അതുപോലെ ബഡ്ജറ്റിന്റെയും കാര്യം വന്നപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നമില്ല, നമ്മൾ നമ്പർ 1 ആണ്. അമേരിക്ക പോലും അസൂയപ്പെടുന്ന രീതിക്കുള്ള കേരളത്തിന്റെ ആരോഗ്യ മാതൃകയിലെ കേരളത്തിന്റെ ഹോസ്പിറ്റലുകൾ ഇടിഞ്ഞു വീഴുന്നു. ഡോക്ടർമാർ പൊതുമധ്യത്തിൽ ഇറങ്ങി നിന്ന് സത്യങ്ങൾ വിളിച്ചു പറയുന്നു. ആശാവർക്കർമാരെ പോലെയുള്ള ആരോഗ്യ ജീവനക്കാർ സമരത്തിലേക്ക് പോകുന്നു. മെഡിസിൻ കിട്ടാനില്ല, ഇവിടെ സർജറികൾ നടക്കുന്നില്ല, മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് കേരളം നമ്പർ 1 ആണ്, ഇവിടെ യാതൊരു പ്രശ്നവുമില്ലെന്നാണ്. ഇങ്ങനെ സത്യങ്ങളെ എന്തുമാത്രം അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും? എല്ലാം പൊതുമധ്യത്തിലുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. മിനിസ്റ്റർ വീണ ജോർജ്, നിങ്ങളിങ്ങനെ സത്യത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് യാതൊരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം, രാജിവെക്കണം. മുഖ്യമന്ത്രിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും ഉണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉണ്ടായിട്ടും അദ്ദേഹം ഇന്നാണ് ഈ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചത്. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യവും വിട്ടുപോകും. ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളവും ഇവിടുത്തെ ജനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുകയും നിങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ളവർക്കുമുള്ള ഡോസ് പുറകെ വരുന്നുണ്ട്.